കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചുറ്റുമതിൽ നിർമ്മാണം പൂർത്തിയായാൽ യാത്രാമാർഗം പൂർണ്ണമായും തടസ്സപ്പെടുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന റോഡും കെട്ടിയടച്ചതിന് പിന്നാലെ ബദൽ റോഡുകൾ സഞ്ചാരയോഗ്യമല്ലാത്തതാണ് പ്രദേശവാസികളെ പ്രതിസന്ധിയിലാക്കുന്നത്. ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ തെരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന് ഫ്ലെക്സ് ബോർഡുകളും പ്രദേശത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 2 വർഷങ്ങൾക്ക് മുൻപാണ് പ്രദേശവാസികളുടെ പ്രതിഷേധം വകവയ്ക്കാതെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പരിസരത്ത് ചുറ്റുമതിലിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. ജനങ്ങൾ പതിറ്റാണ്ടുകളായി ഉപയോഗിച്ചിരുന്ന റോഡും കെട്ടിയടച്ചുകൊണ്ടായിരുന്നു നിർമ്മാണം. നാട്ടുകാർക്ക് യാത്ര ചെയ്യാൻ ബദൽ സംവിധാനമായ റിംഗ് റോഡ് ഒരുക്കാമെന്ന് അധികൃതർ വാക്ക് നൽകിയിരുന്നുവെങ്കിലും അതും പാതി വഴിയിലാണ്. എന്നാൽ ചുറ്റുമതിലിന്റെ നിർമ്മാണം പകുതിയിലേറെയും പൂർത്തിയാവുകയും ചെയ്തു. റോഡിന് കുറുകെ ചുറ്റുമതിൽ നിർമ്മിച്ചാൽ സഞ്ചരിക്കാൻ കഴിയുന്ന വഴിയുടെ അവസ്ഥ ഇതാണ്. പകുതി എത്തിയാൽ റോഡിന്റെ വീതി വെറും 3 മീറ്റർ മാത്രമായി ചുരുങ്ങും. ഇത് തന്നെയാണ് പ്രദേശവാസികൾക്ക് തിരിച്ചടിയാകുന്നത്. ജനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന 12, 13, 14 മീറ്റർ വീതി ഉണ്ടായിരുന്ന റോഡ് ഇത് മെഡിക്കൽ കോളേജ് അധികൃതർ കെട്ടി പകുതിയാക്കി. ഇതാർക്കോ വേണ്ടി ഈ മെഡിക്കൽ കോളേജിനെ സെൻട്രൽ ജയിലുമായി ഒരു കോമ്പൗണ്ടിലാക്കി ബിസിനസ് തന്ത്രങ്ങളാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉദ്ദേശങ്ങളുണ്ടോ എന്ന് ജനങ്ങൾക്കറിയില്ല. നിരവധി സ്കൂൾ ബസ്സുകൾ പോകുന്ന റോഡാണിതെന്നും ചുറ്റുമതിൽ കെട്ടിയാൽ ഇവിടെ ഗതാഗതക്കുരുക്ക് ഉണ്ടാകുമെന്നും ആളുകൾ പറയുന്നു. 19ഓളം സ്കൂളുകളുടെ ബസ്സുകൾ, അത് വലിയ ബസ്സുകളൊക്കെ തന്നെയാണ് ഇവിടെ വന്നു പോകുന്നുണ്ട്. അത് സ്കൂളിൻ്റെ പീക്ക് ടൈം ആകുമ്പോഴത്തേക്ക് ഇത്രയും വലിയ ബസ്സുകൾക്ക് വന്നു പോകാൻ വേണ്ടി 7 മീറ്റർ വീതി വളരെ കുറവാണ്. കൂടാതെ ആംബുലൻസ്, ഡെയിലി മെഡിക്കൽ കോളേജിലേക്ക് പോകുന്ന ഡോക്ടേഴ്സും സ്റ്റാഫും ഇവിടുത്തെ അല്ലാത്ത യാത്രക്കാരും സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്നവർ നിരവധിയായിട്ട് ഇത്രയും ആൾക്കാർക്ക് ആ ഒരു പീക്ക് ടൈമിൽ പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന തരത്തിലല്ല ഈ റോഡിൻ്റെ നിർമ്മാണം. നിലവിൽ കക്കോടി, നരിക്കുണി, ബാലുശ്ശേരി, വയനാട് തുടങ്ങിയിടങ്ങളിൽ നിന്ന് എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡാണിത്. പ്രധാന കവാടം കഴിഞ്ഞാൽ എളുപ്പത്തിൽ രോഗികൾക്ക് ആശുപത്രിയിലേക്ക് എത്താവുന്ന വഴി കൂടിയാണ് മതിൽ കെട്ടുന്നതോടെ ഇല്ലാതാകുന്നത്. ഗതാഗതം തടസ്സപ്പെടുമെന്ന ആശങ്കയിൽ തിരഞ്ഞെടുപ്പ് ബഹിഷ്കരിക്കുമെന്ന ഫ്ലെക്സ് ബോർഡുകളും ഉയർന്നിട്ടുണ്ട്. അമൃത ന്യൂസ്, കോഴിക്കോട്.